ഗൈസ്, അമ്മ ഇന്ന് കൊടകിൽ പോകുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. ചിപ്പൂസ് വണ്ടിയിലാണ് പോകുന്നത്. ഇതെല്ലാവരും ഉണ്ട്. ഞാനുണ്ട്, റെയ്യുണ്ട്, റസുണ്ട്, റിൻസുണ്ട്, റേനുണ്ട്, എല്ലാവരും ഉണ്ട്. നല്ല മഞ്ഞൾ കുരങ്ങനുണ്ടായിന്. വൈബ് ടൂറായിരുന്നു അത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറികൾ ഉണ്ടായിന്. കാടുകളും മലയും സീൻ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ടൂറായിരുന്നു ഇത്. ഇതിലൂടെ നല്ല യാത്രയാണ്. കൂർഗിലെ രാജാ സീറ്റിലെത്തി. അവിടെ മിനിയേച്ചർ ഗാർഡൻ പോലെയാണ് ഉള്ളത്. ഭയങ്കര മഞ്ഞുണ്ടായിരുന്നു. പക്ഷേ ക്യാമറയിൽ കാണിക്കാൻ കഴിയുന്നില്ല. ഒന്നാമത്തെയാണ് വ്യൂ പോയിന്റ്. കണ്ടോ, എല്ലാവരും ഓടിയിട്ടുണ്ടാവും. മഴ വന്നു. മഴ നമ്മൾ രാവിലെ പോയോണ്ട് ഭയങ്കര ആൾക്കാർ കുറവാണ്. ഉച്ചക്കെല്ലാം പോകുന്ന സമയമാകുമ്പോഴത്തേക്ക് ഭയങ്കര ആൾ കൂടും. രാവിലെ പോയി നല്ല രീതിയിൽ മഞ്ഞളും കാണാൻ കഴിയും. നമ്മൾ 13 ആൾക്കാരുണ്ടായിട്ടുണ്ടായിന്. ഫുള്ള് കോടയിലായിട്ട് ഒരു ഭാഗത്ത് നോക്കിയൊരു മല. നമ്മൾ മുകളിലെത്തി. കണ്ട കോടയാണ് ഫുള്ള്. ഭയങ്കരം കാറ്റിലുകൊണ്ട് കുടയെല്ലാം തിരിഞ്ഞ് മറിഞ്ഞത് തോന്നിട്ടുണ്ടായിന്. കുറെ മൃഗങ്ങളെ ശില്പലുണ്ടായിന്. ഇവിടെ രാത്രികളിൽ വാട്ടർ ഡാൻസ് ഉണ്ട് തോന്നുന്നുണ്ട്. പക്ഷേ നമ്മൾ രാവിലെ ആയത് പോയത് കൊണ്ട് കറക്റ്റായിട്ട് നമുക്കറിയില്ല. അതിനുശേഷം നമ്മൾ പോയത് അബ്ബി വാട്ടർഫോളിലേക്കാണ്. ചെറിയ ചാറ്റിന് മഴ ഉണ്ടായിരുന്നു. അടുത്ത് കുറെ സ്റ്റെപ്പെല്ലാം നീണ്ടു വേണം പോകാൻ. പാലും വെള്ളം പോലെയായിരുന്നു വെള്ളം ഉണ്ടായത്. അത്രയും ശക്തമായി നല്ല വെള്ള കളറായിരുന്നു വെള്ളത്തിൽ. പക്ഷേ എങ്കിൽ കിയാനൊന്നും കഴിയില്ല വെള്ളത്തിലേക്ക്. പക്ഷെ നല്ല മനോഹരമായ കാഴ്ചകൾ കാണാൻ കഴിയും. അല്ല, ഒരു തൂക്കുമായ ആളുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പൊട്ടിയിട്ടുണ്ടായത്. പിന്നെ അതിനുശേഷം നമ്മൾ കോഫി പ്ലാന്റേഷനിലാണ് പോയത്. പല രീതിയിലെ കോഫി പ്ലാന്റും പിന്നെ അത്തിപ്പായും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരാൾക്ക് ഇവിടെ 200 റുപ്യാണ്. ഫ്രീ ആയിട്ട് കോഫിയും പിന്നെ കുറച്ച് ചോക്ലേറ്റ് ടേസ്റ്റിംഗ് എന്തെങ്കിലും കിട്ടും. പിന്നെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് എന്നും പറയുന്ന പോലത്തെ സാധനമുണ്ട്. ഓറഞ്ചിലുണ്ടായിന്. ഇതായിരുന്നു ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ട് അവർ കാണിച്ചു തന്ന സ്ഥലം. ഒരു ഗൈഡും ഉണ്ടാവും നമ്മളിപ്പോൾ ഇതിലും കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ ഇതാ ട്രീ ഹൗസിന് മുകളിൽ വരാൻ പോകുന്നത്. വലിയ സ്റ്റെപ്പാണ് ഗൈസ്. അല്ലോ സീനാണ്. കുറെ സ്റ്റെപ്പായിട്ടുണ്ട്. മോളത്തിൻ്റെ വ്യൂ നമുക്ക് നോക്കാം. ഒരാൾക്ക് 200 റുപ്യാണ് ചാർജ് വരുന്നത് ഇവിടെ കയറാൻ വേണ്ടിയിട്ട്. എന്താ സീനാണ് കാഴ്ചകൾ. അത് അങ്ങ് കാണുന്നതിന് ഫുൾ കാടുകളാണ്. ഫോറസ്റ്റ് ഇതെല്ലാം കോഫി പ്ലാന്റുകളാണ്.
അങ്ങനെ ഞാനിതാ ടിവിയാണ് ട്രീ ഹൗസിൽ നിന്ന് എല്ലാരും അങ്ങ് പോയിട്ടാ. അത്തിപ്പഴാണിത് അടിയിലാണ് അത്തിപ്പഴം ഉണ്ടാവുക. വെള്ള മരം കാണുന്നതാണ് കോഫീൻ്റെ ടേസ്റ്റിലും ചെയ്യാൻ കഴിയുന്ന സ്ഥലം. അങ്ങോട്ടേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അടുത്ത വിശേഷങ്ങൾ കാണാം. അതിനുശേഷം കുറേ നടന്ന് എൻ്റെ ഒരു ഷോപ്പിൽ എത്തിയിട്ടുണ്ടായിരുന്നു. കുറേ രീതിയിലുള്ള സാധനങ്ങളുണ്ടായിരുന്നു. പക്ഷേങ്കിൽ പുറത്തെ അപേക്ഷിച്ച് റേറ്റ് കൂടുതലാണ് ഇവിടെ. പിന്നെ ഫ്രീ ആയിട്ടുള്ള കോഫി ട്രൈ കുടിക്കുന്നുണ്ടായത്. പല രീതിയിലുള്ള കോഫി സീഡ്സിലാണ് ഉണ്ടായിരുന്നു. ഇത് പണ്ടത്തെ മെഷീനാണ് കാപ്പി റോസ്റ്റും ചെയ്യുന്നത്, പൊടിക്കുന്നതിലും. കുറേ വെറൈറ്റി ചോക്ലേറ്റ്സിലുണ്ട്. ചോദിച്ചാൽ ടേസ്റ്റ് നോക്കാൻ തരും. പിന്നെ അതിനുശേഷം നമ്മൾ ഹോട്ടലിലേക്ക് പോയി. ഹോട്ടലിൽ കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രഷപ്പിലായിട്ട് നേരെ ഹാരംഗി വാട്ടർഫോളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ആ സമയം അവിടെ ഡാം തുറന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് ഗാർഡനിലായിട്ട് വാട്ടർഫോളിലുള്ള ഒരു ഗാർഡൻ ആയിരുന്നു അത്. ഡാം തുറന്നതുകൊണ്ട് മുകൾ ഭാഗത്തേക്കൊന്നും കയറാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അടച്ചിരുന്നു. കുറെ പശുക്കളിലും ആളെ മേയുന്നതിലുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ 7 മണിക്ക് ഇവിടെ തന്നെയുള്ള വാട്ടർ ഡാൻസ് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. 7 മണി മുതൽ 7:30 വരെ ആയിരുന്നു സമയം. പാട്ട് ഇതിൽ കാണിച്ചു കഴിഞ്ഞാൽ കോപ്പറേറ്റ് കിട്ടുന്നത് കൊണ്ട് നമ്മൾ കാണിക്കുന്നില്ല. വളരെ മനോഹരമായ വാട്ടർ ഡാൻസ് ആയിരുന്നു അത്. ഇവിടെ കയറാൻ വേണ്ടിയിട്ട് 10 രൂപയാണ് ടിക്കറ്റ് ചാർജ് ആയിട്ട് വരുന്നത്. ഇതായിരുന്നു ഒന്നാമത്തെ ദിവസത്തെ കാഴ്ചകൾ. ഹോട്ടലിൽ തന്നെയുള്ള റെസ്റ്റോറന്റ് ആണ് ഇത്. നമ്മൾ രണ്ടാം ക്ലാസ്സാണ് പൂർവ്വത്തെ, അതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഭക്ഷണവും കഴിച്ച് റൂം വെക്കേറ്റ് ചെയ്ത് രണ്ടാമത്തെ ദിവസത്തെ യാത്ര ആരംഭിച്ചു. നമ്മൾ ആദ്യം പോയത് ദുബാരെ എലഫന്റ് ക്യാബ് കാണുന്നതിന് വേണ്ടിയായിരുന്നു. നിർഭാഗ്യകരം എന്ന് പറയട്ടെ, ശക്തമായ വെള്ളം ഒഴുക്ക് ഉള്ളതുകൊണ്ട് അവിടെയുള്ള പ്രവേശനം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. ആനകളെ അടുത്തു കാണുവാനും അവയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതും കുളിക്കുന്നതും കാണുവാനുള്ള നല്ല അവസരമായിരുന്നു നഷ്ടമായത്. പിന്നെ അവിടെ നിന്നും നേരെ വിട്ടു നിസർഗതമ പാർക്കിലേക്ക്. ഇവിടെ മുതിർന്നവർക്ക് 80 രൂപയും കുട്ടികൾക്ക് 40 രൂപയുമാണ് ടിക്കറ്റ് ചാർജ് ഈടാക്കുന്നത്. ഇനി നമുക്ക് അതിലെ കാഴ്ചകൾ കാണാം. ഫുള്ള് ബാമ്പു ആണ് നമുക്ക് കാണാൻ കഴിയുന്നത് കേട്ടോ. ഫുൾ ബാമ്പു. നമ്മള് ഇടത്തേക്ക് നടക്കിയാണ്. ദൂരെ കുറച്ച് പാർക്കിലും കാണാൻ കഴിയുന്നുണ്ട്. ആടത്തേക്ക് നമ്മൾ യാത്രയാണ്. ബാക്കി വിശേഷങ്ങൾ കാണാം.
പാർക്കാണ് ഇത് കാണുന്നത്. ട്രീ ഹൗസിന്റെ അടുത്തേക്കാണ് ഞാൻ പോകുന്നത്. ആ കാണുന്നതാണ് ട്രീ ഹൗസ്. കേറാൻ തുടങ്ങിയത് നേരൊരു ഗേറ്റാണ്. ഫുള്ള് മരത്തിനെ കൊണ്ട് ഉണ്ടാക്കിയ ഓടി ഇരിക്കാനും സ്ഥലമുണ്ട്. നമുക്ക് ഇതാ ഇരിക്കാം. ഇതിന്റെ ബാക്കി വിഷ്വൽസ് നമുക്ക് കാണിച്ചു തരാം. ഇതാ സീനാണ്. ഫുള്ള് കാട് വരെ ആ കാടൊരു റിവർ ഒഴുകി പോകുന്നുണ്ട്. ഒരു പാർക്കാണ് ഇവിടെ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുള്ള് മരത്തിനെ കൊണ്ട് ഉണ്ടാക്കിയിട്ടില്ലത്, മെറ്റലൊന്നുമല്ല. നേരത്തെ ഡാം തുറന്നിട്ടുകൊണ്ട് ഭയങ്കര ഒഴുക്ക് നമുക്കിവിടെ കാണാം. ശക്തമായ ഒഴുക്കാണ്. അതോടെ ഫുള്ള് അവിടെ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി ഫുള്ള് പിന്നെ വേലും കെട്ടിച്ചിട്ടില്ലേ. ടോയ്ലറ്റ് ഉണ്ട്. നമുക്ക് ഒരു ട്രഡീഷണൽ ഡാൻസ് ഒക്കെ കാണുന്നുണ്ട്. കോൽക്കളിയാ തോന്നുന്നു പറഞ്ഞിട്ടുണ്ടാ. വടിയെല്ലാം വെച്ചിട്ട് എന്തോ കോൽക്കളി തന്നെയാണ് അവിടെ എഴുതിയിട്ടാണുണ്ട്. അത് 3D എഫക്റ്റ് ജംഗിൾ സഫാരി ഒരു സംഭവമാണ്. അതിലേക്ക് കയറാൻ പോയത് നമ്മൾ. ഇതിലേക്ക് കയറാൻ പോയി. പക്ഷേ എങ്കിൽ ക്യാമറ ഉള്ളതല്ല, അതുകൊണ്ട് അതിൻ്റെ വിഷ്വൽസ് നമുക്ക് കാണിച്ചു തരാൻ കഴിയില്ല. സഫാരി കണ്ട് ക്ഷീണം പിടിച്ച് രണ്ടാള്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഇതെല്ലാവർക്കും പേടിയാണ്. നല്ല അടിപൊളി സാധനമാണ്. ചില ആളുകൾ കയറുന്നു, ചില ആളുകൾ പട്ടാണിങ്ങനെ വരും. അങ്ങനത്തെ കാലത്തെല്ലോ കടിക്കാൻ വരുന്ന പോലെ നമ്മൾ പേടിച്ചു. നല്ല കാണാൻ നല്ല രസമാണ്. പക്ഷെ പേടിച്ചിട്ട് അങ്ങനെ ഇതും അല്ലാവും. കരിയുന്നുണ്ട്, ചില ആൾ കൂക്കുന്നുണ്ട്, ചില ആൾ കരിയുന്നുണ്ട്. ബേർഡ് സാഞ്ചുറി ഇവിടെ മെക്കാവോ അതുപോലെ തന്നെ നിസാഡിലും ഉണ്ട്. അതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം. മെക്കാവോ ആണ് ഇത്. കുറേ ഉണ്ട്, തത്തയുണ്ട്. ഇത് സ്പെഷ്യൽ അവർ കാണാതൊരു തത്തേൻ്റെ രൂപമാണ്. കളർ തത്ത, റെയിൻബോ തത്ത എന്ന് പറയണ്ട. വെറൈറ്റി സാധനമാണ്. ഇവിടെ ഒരുപാട് കാഴ്ചകൾ നടന്നു കാണുവാനുണ്ട്. നമ്മൾ പുറത്തിറങ്ങി. പുറത്ത് ഇഷ്ടം പോലെ ഷോപ്പിംഗ് കടകൾ ഉണ്ട്. അവിടെ നിന്ന് കുറച്ച് ലഘു ഭക്ഷണവും കഴിച്ച് ഞങ്ങൾ യാത്ര തുടർന്നു. ഇതാണ് ഹാദു. ഒരുപാട് പർച്ചേസിംഗ് ചെയ്ത മട്ട് കാണുന്നുണ്ട്. റിൻഷമോൾ ഒരു ഷൂവും മേടിച്ചു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കുശാൽ നഗറിലെ ഗോൾഡൻ ടെമ്പിൾ ആണ്. അവരുടെ പ്രാർത്ഥന നടക്കുന്നതാണെന്ന് തോന്നുന്നു. വ്യത്യസ്തമായ ഒരു കാഴ്ചയായിരുന്നു. പെപ്സിയും കോളയുമൊക്കെയാണ് നിരത്തി വെച്ചിരിക്കുന്നത് കാണുന്നത്. ഇത് അവർക്ക് കുടിക്കുവാൻ വേണ്ടിയാണോ നേർച്ച വഴിപാട് പോലെ എന്തെങ്കിലുമാണോ എന്നും അറിയില്ല.
ഇവിടെയും ഒരുപാട് ഷോപ്പിംഗ് കടകളുണ്ട്. അവിടെ നിന്നിറങ്ങി ഉച്ചഭക്ഷണം കഴിക്കുകയാണ്. ഇവിടെയുമുണ്ട് ഒരുപാട് ഷോപ്പിംഗ് കടകൾ. ഇനി കാട്ടിലൂടെ നാട്ടിലേക്കുള്ള മടക്കയാത്രയാണ്. യാത്രയിൽ കുറെ മാനുകളെയും മയിലുകളെയും കുരങ്ങുകളെയും കാണാൻ പറ്റി. രാത്രിയോടുകൂടി നമ്മൾ വീട്ടിലേക്ക് തിരിച്ചെത്തി.